വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. അന്വേഷണ സംഘം അയാളുമായുള്ള തെളിവെടുപ്പ് നടത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതിയെ പെരുമലയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതിയുടെ കൃത്യം നടത്തിയ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. മൂന്നാം ഘട്ട തെളിവെടുപ്പാണ് ഇത്. നേരത്തെ ഇയാളുടെ മുത്തശ്ശിയുടെയും ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരൻ്റെയും കൊല്ലപ്പെട്ട ലത്തീഫിൻ്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തിച്ചുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പാണ് നടത്തുന്നത്. വെഞ്ഞാറമൂട് കൊലപാതക കേസ് പ്രതി അഫാനെ ഇവിടെ വെച്ചാണ് ഫർസാനെയും അഫാന്റെ സഹോദരനെയും കൊലപ്പെടുത്തുന്നത്. അമ്മ ഷെമിയെ അതിക്രൂരമായി മർദ്ദിച്ചതുമൊക്കെ ഈ വീട്ടിൽ വെച്ചാണ്. അവിടെ എത്തിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായി. അഞ്ജു, മൂന്നാം ഘട്ട തെളിവെടുപ്പാണ്, വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ്. ഈ കൃത്യം പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണോ അന്വേഷണ സംഘം നടത്തുന്നത്? വിവരങ്ങൾ പറയാം അഞ്ജു. തിങ്കളാഴ്ചയാണ് ഈ വെഞ്ഞാറമൂട് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പിന്നാലെ തന്നെ ഈ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി ഇന്ന് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയുമായി പോലീസ് സംഘം ഈ പെരുമലയിലെ വീട്ടിൽ എത്തിയത്. ഇവിടെ വെച്ചാണ് ആദ്യം അമ്മയെയും പിന്നീട് കൊച്ചനുജനെയും പെൺ സുഹൃത്തിനെയും പ്രതി ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 കേസുകളിലും അതായത് ഈ കിളിമാനൂർ കേസിലും ഒപ്പം തന്നെ പാങ്ങോട് സ്റ്റേഷനിലെ കേസുകളിലും 2 കേസുകളിലും തെളിവെടുപ്പ് നിലവിൽ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. എല്ലാ ചോദ്യം ചെയ്യലിലും പ്രതി ആവർത്തിക്കുന്നത് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കടബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിനൊടുവിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ്. അതിന്റെ പിന്നാലെ തന്നെ ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പോലീസ് ശേഖരിക്കുകയും അത്തരത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലും നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ തെളിവെടുപ്പിലും തന്നെ ചോദ്യം ചെയ്യലിലുമൊക്കെ പ്രതി ആവർത്തിക്കുന്നത് കടബാധ്യത എന്ന ഒറ്റ കാര്യത്തിൽ തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ മൂന്നാം ഘട്ട തെളിവെടുപ്പ് പെരുമലയിലെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുണ്ട് ഈ തെളിവെടുപ്പിനൊപ്പം. സേതു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയുടെ പിതാവ് ഉൾപ്പെടെ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിൽ പ്രതി പറഞ്ഞ അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തനിക്കറിയില്ലെന്നുൾപ്പെടെയാണ് പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം മാതാവിനോട് വീണ്ടും ആവർത്തിച്ച് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടും മാതാവ് കട്ടിലിൽ നിന്ന് വീണ് ആണ് തനിക്ക് പരിക്ക് പറ്റിയത് എന്നാണ് പോലീസിനോടും ഉൾപ്പെടെ ബന്ധുക്കളോടും ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നത്. എത്ര ആവർത്തി ചോദിച്ചിട്ടും കാര്യത്തിൽ ഒരു തിരുത്തി പറച്ചിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് പിതാവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 പേരോടും ചോദിച്ചറിഞ്ഞ ഘട്ടത്തിലൊക്കെ ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുൾപ്പെടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ നേരത്തെ അഫാന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ ടാബ് ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിശോധനയുടെ വിവരങ്ങൾ പക്ഷേ നാളെയോ മറ്റന്നാളോ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിൽ ഏതെങ്കിലും തരത്തിൽ സെർച്ച് ചെയ്തിട്ടാണോ ഈ ചുറ്റിക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇക്കാര്യത്തിലാണ് ഇനിയും ഒരു വ്യക്തത വരേണ്ടത്. എന്തായിരുന്നു ഈ പ്രതി അരിങ്കുല നടത്താനുള്ള ഈ പ്രതിയുടെ മോട്ടീവ് എന്ന കാര്യത്തിലാണ് ഇനിയും ഒരു വ്യക്തത വരാത്തത്. കുടുംബം പറയുന്നു ഈ പറയുന്ന പോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇല്ല എന്ന് അച്ഛൻ പറയുന്നു. പക്ഷേ മകൻ പറയുന്നത് കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു, അതുകൊണ്ട് അരിങ്കൊല നടത്തി. ഈ വാദത്തിൽ പ്രതി അഫാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടതും. മൂന്നാം ഘട്ട തെളിവെടുപ്പ് അവിടെ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.